ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീം സ്റ്റിച്ചിങ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ക്ലോത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ്സൊക്കെ ആദ്യം ഒന്ന് പറയാം. നോക്കി, ഇതിൻ്റെ നീളം 8.5 ഇഞ്ച്, ഇതിൻ്റെ വീതി 2.5 ഇഞ്ച് വീതി. അപ്പോൾ 2.5 ഇഞ്ച് വീതിയും 8.5 ഇഞ്ച് നീളമുള്ള 2 ക്ലോത്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് നോക്കാം. ഇത് കണ്ടോ, 9 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ പീസാണ് കണ്ടോ. ഇതിൻ്റെ ചുറ്റളവ് 9 ഇഞ്ചാണ് കേട്ടോ. 9 ഇഞ്ച് നീളം, 9 ഇഞ്ച് വീതി. ആ സെയിം മെഷർമെൻറ്റിൽ തന്നെയുള്ളതാണ് ഈ ക്ലോത്തും. ഇതും 9 ഇഞ്ച് നീളം, 9 ഇഞ്ച് വീതി. ഇതും 2 പീസ് ഉണ്ട്, ഇതും 2 പീസ് ഉണ്ട്, ഇതും 2 പീസ് ഉണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ എടുത്ത 9 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് എടുത്തല്ലോ, സ്ക്വയർ പീസ്. ആ സെയിം അളവിൽ തന്നെയുള്ള ഒരു ചാർട്ട് പേപ്പർ കൂടി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു പ്ലേറ്റ് കൂടി എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിൻ്റെ വീതി എന്ന് പറഞ്ഞത് ഇത് കണ്ടോ, 8.5 ഇഞ്ച് വീതിയുള്ള പ്ലേറ്റാണിത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു റൗണ്ട് വരച്ചെടുക്കാം. നമ്മളിവിടെ റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഈ സൈഡിലും നമുക്കൊരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് ഇത് തമ്മിലൊന്ന് വരക്കാം. കണ്ടോ, ഈ 1.5 ഇഞ്ചിൽ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കണ്ടോ, നമ്മൾ ഈ സർക്കിൾ വരച്ചപ്പോഴത്തേനും ഇവിടെ ചെറിയൊരു ഗ്യാപ്പില്ലേ, അവിടെ നമുക്കൊന്ന് സ്കെയിൽ കൊണ്ട് ഇതിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ കറക്റ്റ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. അതിലിങ്ങനെ ടച്ച് ചെയ്തിട്ടൊന്ന് വരച്ചു കൊടുക്കാം. നമ്മളിവിടെ 2 സൈഡിലും ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഈ സർക്കിളിന് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ 2 സൈഡും വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വരച്ച ഈ 2 സൈഡും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ വലിയ പോർഷനിൽ, ഈ സർക്കിൾ വരച്ചേക്കണതിൻ്റെ അവിടെ ഈ വലിയ കാണുന്ന ഈ പോർഷൻ കൂടി കട്ട് ചെയ്യണം. ഈ ചെറിയ പോർഷൻ കട്ട് ചെയ്യരുത്, ഈ വലിയ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഷേപ്പിലിങ്ങനെ ഇവിടം വരെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പേപ്പർ വെച്ചിട്ട് നമ്മുടെ ഈ ക്ലോത്ത് രണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുക. 2 ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ട്, ഇത് കണ്ടോ, 2 ക്ലോത്ത് ഒരുമിച്ച് വെച്ചിട്ട് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഷേപ്പിലിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇതും അങ്ങനെ തന്നെ വെച്ചിട്ട് ഈ ക്ലോത്തും ഇതുപോലെ ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ക്ലോത്തും നമ്മുടെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പീസിൻ്റെ ഇത് റോങ് സൈഡാണ് കേട്ടോ. ഈ റോങ് സൈഡിലേക്ക് 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കി ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെയും 1/4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യണം, ഇവിടെയും 1/4 ഇഞ്ച് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ ഇതും ഇങ്ങനെ 1/4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഞാനിപ്പോൾ ഈ 2 സ്ട്രിപ്പും ഞാനിങ്ങനെ 1/4 ഇഞ്ച് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ മടക്കാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ മടക്കാം. ഇതിനെ ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഒന്ന് നമുക്ക് അയൺ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ കൂടി ഒന്ന് അയൺ ചെയ്തെടുക്കാം, സെൻറ്റർ കിട്ടാൻ.
എല്ലാ ക്ലോത്തിൻ്റെയും സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അയൺ ചെയ്ത് അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്ത ഈ ക്ലോത്ത് ഇത് കണ്ടോ, ഇതിൻ്റെ ഓപ്പൺ സൈഡ്, ഇതിൻ്റെ കണ്ടോ, ഇത് ഓപ്പൺ സൈഡ്, ഈ ഓപ്പൺ സൈഡ് ഇങ്ങോട്ടായിട്ട് വെക്കണം. കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ കണ്ടോ. അപ്പോൾ സെൻറ്റർ കറക്റ്റ് ഇതിൽ കാണാം. ഈ സെൻറ്റർ ഇതിൻ്റെ കറക്റ്റ് നമ്മൾ അടയാളപ്പെടുത്തിയ സെൻറ്ററിൽ വരണം. കണ്ടോ. അതുപോലെ നമ്മുടെ ഈ രണ്ടാമത്തതിലും ഇതിലും അങ്ങനെ തന്നെ വെക്കാം. ഇതിൻ്റെ ഓപ്പൺ സൈഡ് കണ്ടോ, ഓപ്പൺ ആയിട്ടുള്ള സൈഡ് ഇങ്ങോട്ട് വെച്ചിട്ട് സെൻറ്ററിൽ വെക്കാം. അതിന് ശേഷം നമ്മൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ കണ്ടോ, ഇവിടെ നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സെൻറ്ററും കൂടി ഒരുമിച്ച്, എല്ലാ ക്ലോത്തിൻ്റെയും സെൻറ്റർ ഒരുമിച്ച് നമുക്കിങ്ങനെ ഒന്ന് വെക്കാം. കണ്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിനി ചെയ്യേണ്ടത് ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ആ റേഞ്ചിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇടാം. 3 എണ്ണവും കൂടിയും, ഈ 3 എണ്ണം ഉണ്ടല്ലോ, ഇതും ഈ സ്ട്രിപ്പ് അതിൻ്റെ അടിയിലോ ഈ ക്ലോത്തും കൂടി വെച്ചിട്ട് സെൻറ്റർ മാറിപ്പോവാതെ പിടിച്ച് 1/2 ഇഞ്ചിൽ ഈ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ 2 പീസും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇത് ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് പറയാം. ഇത് നമ്മുടെ റൈറ്റ് സൈഡാണ്, നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശമാണ്. അതിൻ്റെ മേളിൽ ഇത് കണ്ടോ, ഓപ്പൺ ആയിട്ടുള്ള സ്ട്രിപ്പിൻ്റെ വശം നമ്മൾ ഇങ്ങോട്ട് വെക്കും. കണ്ടോ, ഇവിടെയാണ് ഓപ്പൺ സൈഡ് വന്നേക്കുന്നത്. സെൻറ്റർ കീപ്പ് ചെയ്ത് വെക്കാം. അതിൻ്റെ മേളിൽ നമ്മൾ ഈ ലൈനിങ് പീസും കൂടി വെച്ചിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ഇടുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നമ്മളിവിടെ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ഇത് സ്റ്റിച്ച് ചെയ്ത് ഇത് സ്റ്റിച്ച് ചെയ്ത്. ഇനി നമുക്കിതൊന്നിങ്ങനെ തുറന്നിടാം. കണ്ടോ, തുറന്നിടുമ്പോഴത്തേനും ഇതിൻ്റെ കണ്ടോ, ഈ നമ്മൾ ഉള്ളിൽ വെച്ച ഈ പീസ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല വശത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തുറക്കാം. കണ്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇനി എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. അപ്പോൾ ഇതിൻ്റെ നല്ല വശം അകത്ത് പോകും. ഇതിൻ്റെ നല്ല വശം അകത്ത് വന്നു. ഇനി നമ്മൾക്ക് ഇങ്ങനെ വെച്ചിട്ട് അത് കണ്ടോ, കറക്റ്റ് ഇങ്ങനെ വെക്കാം. ഇതിൻ്റെ സെൻറ്ററെല്ലാം കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. കണ്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇടാം. 1/2 ഇഞ്ചിൽ ഇങ്ങനെ സ്റ്റിച്ച് ഇടാം. സ്റ്റിച്ച് ഇടുമ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേനും ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരുമ്പോൾ കുറച്ചൊന്നിങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെ നമുക്ക് സ്റ്റിച്ചിട്ടെടുക്കാം. നമ്മളിപ്പോൾ ഇവിടത്താണ് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യണത്. ഇതിങ്ങനെ ചുറ്റി തയ്ച്ച് ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തണം. ഇങ്ങോട്ട് തയ്ക്കരുത്. നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പോർഷൻ മാത്രം സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റിനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയ ചെറിയ നോച്ചിട്ട് കൊടുക്കണം. അന്നേരം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഈ സ്റ്റിച്ചിൽ മുട്ടാതെ വേണം നമ്മൾ കട്ടിട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതിങ്ങനെ ഇതിനകത്ത് കൂടി ഇതിനിങ്ങനെ പുറത്തേക്ക് എടുക്കാം. നമ്മളിപ്പോൾ ഇതിങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വിട്ടൊരു പോർഷൻ ഉണ്ടല്ലോ, കണ്ടോ, ഈ സൈഡ്, ഇത് നമുക്കൊന്ന് സ്റ്റിച്ചിട്ടെടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ അരികിൽ സ്റ്റിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിനൊന്ന് അകത്തേക്കാക്കാം. കണ്ടോ, നമ്മുടെ ഈ 2 സൈഡ് ഉണ്ടല്ലോ, നമ്മൾ ഈ ചെറിയ സ്ട്രിപ്പ് വെച്ച വശം, അതൊന്നിങ്ങനെ വലിക്കുക. കണ്ടോ. അപ്പോൾ ഇതിങ്ങനെ അകത്തേക്ക് പോകും.
നമുക്കിനി ഈ ഗോൾഡൻ ത്രെഡ് ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെ ഇടുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, നമ്മളിതിൻ്റെ ഒരു വശത്ത് കൂടി ഇതിനെ ഇങ്ങനെ കയറ്റാം. നമ്മളിപ്പോൾ ഇതിലിങ്ങനെ കയറ്റി, അതിനുശേഷം ഇതിലേക്കൂടി തിരിച്ച് അപ്പുറത്തേക്കൊന്ന് കയറ്റണം. കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇത് കയറ്റി. ഇനി ഇവിടെ ഒന്ന് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. കണ്ടോ, നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് കെട്ടിട്ടു. 2 സൈഡിലും കെട്ടിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ത്രെഡും കയറ്റണം. ഇതിനെ ഇതിലേക്ക് കയറ്റിയിട്ട് ഇനി നമ്മൾ ഈ വശത്തു കൂടി ഇതിനെ കയറ്റാം. കണ്ടോ, ഇതിലേക്കൂടി കയറ്റാം. കണ്ടോ, വീണ്ടും തിരിച്ച് ഇപ്പുറത്ത് കൂടി കയറ്റണം. കണ്ടോ, ഇനി നമുക്ക് ഇവിടെയും ചെറിയ കെട്ടിട്ട് കൊടുക്കാം. കണ്ടോ, ഇതിങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കാം. കണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു ഫാൻസി ബാഗാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഫാൻസി ബാഗുകൾ പല വലിപ്പത്തിലും സ്റ്റോണുകളും ലൈസുകളും വെച്ച് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് തന്നെയാണല്ലോ ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ. ഇതുവഴി നിങ്ങൾക്ക് ഡെയിലി വീട്ടിലിരുന്നു കൊണ്ട് നല്ല വരുമാനം ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.